ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ കൺമണിയുടെ പുതിയൊരു ലൊക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ സൂപ്പർ കൺമണി സീരിയലിൻ്റെ 500-ാം എപ്പിസോഡിൻ്റെ ഒരു ആഘോഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഷെഡ്യൂളിൽ നടന്നതല്ല, 2 ഷെഡ്യൂൾ മുമ്പേ നമ്മൾ ലൊക്കേഷനിൽ ആഘോഷിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിലൂടെ ഉൾപ്പെടുത്തിയാണ്. ആഘോഷം എന്ന് പറയുമ്പോൾ വലിയൊരു ആഘോഷമൊന്നും അല്ല കേട്ടോ. സെറ്റിൽ 500 എപ്പിസോഡായപ്പം പ്രൊഡ്യൂസർ ഒരു കേക്ക് കൊടുത്തു വിട്ടു. എല്ലാവരും കൂടെ അത് കട്ട് ചെയ്ത് ആഘോഷിച്ചു. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. ആ സന്തോഷം നിങ്ങളും കൂടെ ആയിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ അതാണ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയത്. ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സൂപ്പർ കൺമണിയുടെ, അതായത് നമ്മുടെ കൺമണിയുടെ വീടാണ് കേട്ടോ. കൺമണിയുടെ വീട് എന്ന് പറയുമ്പം അത് എറണാകുളത്തിനുള്ള പൂക്കാട്ടുപടിയിലെ ഒരു തറവാട് വീടാണ്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്. അവിടെ സിനിമ സീരിയലൊക്കെ നടന്നിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ ലൊക്കേഷൻ. വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലത്തെ നിലയാണ്. രാവിലെ ഒരു പൂജയോട് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മേക്കപ്പ് മാൻ, നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ മേക്കപ്പ് ചെയ്ത് റെഡിയാക്കി തരും. കോസ്റ്റ്യൂമർ സീന് വേണ്ട ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് റെഡിയാക്കും. ഹെയർ ഡ്രസ്സറുണ്ട്, അവർ എന്ത് ചെയ്യും, അവർ ഹെയറും സെറ്റ് ചെയ്ത് തരും. പിന്നെ ആർട്ട് ഡയറക്ടർ അവരുടെ അസിസ്റ്റൻസും എല്ലാം കൂടെ സീന് വേണ്ട സെറ്റിങ്സും കൂടെ ഉൾപ്പെടുത്തി തരും. സാധാരണ അങ്ങനെയാണ് ഷൂട്ട് തുടങ്ങാറുള്ളത്. അപ്പോൾ രാവിലെ സീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. സീനിന് വേണ്ട ഒരു ആർട്ടിസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്, കൺമണിയുടെ അച്ഛനായിട്ട് ചെയ്യുന്ന പ്രഭാസ് ശങ്കർ. പിന്നെ തൊട്ട് പുറകെ വന്ന ആളാണ് RC, അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. രാവിലെ കണ്ടില്ല, എല്ലാവരും നല്ല ധൃതിയിലാണ്. കാരണം ഇത്ര സമയത്ത് സീൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ലൈറ്റിങ്ങൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഒരുക്കങ്ങളിലാണ് അവർ. ഇവിടെ ക്യാമറ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് തുടങ്ങാം. മറ്റൊരു ആർട്ടിസ്റ്റ് റെഡിയായി നിൽക്കുകയാണ് സീനിന് വേണ്ടിയിട്ട്. നമ്മുടെ ധനലക്ഷ്മി ക്യാരക്ടർ ചെയ്യുന്ന സീനി കണ്ടാൽ വലിയ ജാടയൊക്കെയാണ് തോന്നും, പക്ഷെ ആള് പാവാണ് കേട്ടോ. നമ്മളതേ അകത്തൊരു സീൻ തുടങ്ങി കേട്ടോ. ഒരു നൈറ്റ് സീനാണ്. നമ്മളകത്ത് തുടങ്ങി. അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയാണ്. കാരണം മഴയുള്ള സീസണാണല്ലോ. വെയിൽ വരുമ്പോൾ നമ്മളെന്ത് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങി അവിടെ പരമാവധി സീൻസ് അവിടെ തീർക്കും. കാരണം നമുക്ക് ഒരു ദിവസം ഇത്ര സീൻ ചെയ്യണമെന്നുണ്ട്, എന്നാലേ എല്ലാം നിൽക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് 2-3 സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആ പകലത്തെ സീനെല്ലാം കഴിഞ്ഞപ്പം നമ്മളിതേ നൈറ്റായി. അകത്തൊരു നൈറ്റ് സീൻ കഴിഞ്ഞു. പിന്നെ ഒരു കൺമണിയുടെ ഒരു നൈറ്റ് സീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺമണിയുടെ അഭിനയമാണ് ഡയറക്ടർ മോണിറ്ററിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായൊരു സീന് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൺമണിയുടെ പെർഫോമൻസ് അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ആഘോഷങ്ങളിൽ കേക്ക് മുറിക്കാനുള്ളൊരാഘോഷം. ഇതിലെല്ലാവരും ഉണ്ട് കേട്ടോ. സാഗറുണ്ട്, സുജാതയുണ്ട്, നമ്മുടെ വരുണുണ്ട്, കൃഷി, കൺമണി, പിന്നെ നമ്മുടെ അമ്മായിമാർ, പിന്നെ നമ്മുടെ അത്യമ്മയായിട്ട് ചെയ്യുന്ന ധനലക്ഷ്മി, പിന്നെ അന്ന് കുറച്ച് സഹതാരങ്ങളായിട്ട് കുറച്ച് പേര് വന്നിട്ട് പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ആഘോഷം സംഘടിപ്പിച്ചത്. അല്ലേ, വളരെ ജോളി സെറ്റാണത്. നല്ല കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സെറ്റാണ് സൂപ്പർ കൺമണിയുടെ. ഇടയ്ക്കുള്ള സെൽഫി വീഡിയോ പോകുന്നുണ്ട്, പിന്നെ യൂട്യൂബ് വ്ളോഗ് പോകുന്നുണ്ട്. എല്ലാം അതിനിടെ സംഭവിക്കും. എല്ലാവരുടെ കയ്യിലും മൊബൈലായിരിക്കും ഇപ്പോൾ, ഞാനടക്കമുള്ളവരുടെ കയ്യിൽ.
നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ, കാരണം ഓരോരുത്തരുടെയും തീറ്റി കണ്ടാൽ അറിയാം. ഉണ്ടല്ലേ? അതിനെ കുറിച്ചാ ഒരു ചെറിയ പീസ് എനിക്ക് ഞാൻ കൊടുക്കാളെ ഞാൻ ഏതല്ലേ വെച്ചോളൂ. അപ്പോൾ ഇത്രയാണ് ഈ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ വിമർശനങ്ങളും അറിയിക്കുക. അതിനിടയ്ക്ക് ഇത് വേറൊരു ആഘോഷമായിരുന്നു കേട്ടോ, നമ്മുടെ കോസ്റ്റ്യൂമർ സുജൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷം കൂടി അതിനിടയ്ക്ക് നടന്നിരുന്നു. അപ്പോൾ അതും കൂടെ എല്ലാം ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്.